നമസ്കാരം, ഞാൻ നിഷാപ്പി. ഇന്നലെ സുരേഷ് ഏട്ടൻ്റെ തൃശ്ശൂർ മണ്ഡല പര്യടനത്തിനിടയ്ക്ക് വെച്ച് അദ്ദേഹം ആ പ്രോഗ്രാം നിർത്തിവെച്ച് താമസ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ ടീമിനെയോ യൂട്യൂബിനെയോ അല്ലെങ്കിൽ ഒരു മീഡിയാസിനെയും കൂട്ടിയില്ല, ആരോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ കാത്തുനിന്നവർ പലതരം ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഫ്രഷ് ആവാൻ പോയി, ഡ്രസ്സ് മാറാൻ പോയി, വയ്യായ്ക തൊട്ട് വയറുവേദന വരെ അതിലുണ്ടായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നു, അരമണിക്കൂറിനകം തിരിച്ചു വന്നു, തിരിച്ച് പഴയ പോലെ എല്ലാം തുടർന്നു. റോഡ് ഷോ അവസാനിച്ചു. പിന്നീട് വൈകിട്ട് ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായത്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽ ഒരു 10 സഹോദരിമാർക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള 12 ലക്ഷം രൂപ കൈമാറാനാണ് അദ്ദേഹം പെട്ടെന്ന് നിർത്തിവെച്ച് താമസസ്ഥലത്തേക്ക് തിരിച്ചുപോയത്. കാരണം എറണാകുളത്തുനിന്നോ മറ്റോ അവർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി താമസസ്ഥലത്ത് വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നവംബർ മാസത്തിൽ കേരള പിറവി നവംബർ 1-ാം തീയതി അമ്മയുടെ ആഘോഷത്തിനിടയ്ക്ക് അദ്ദേഹം കൊടുത്ത വാക്കാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ 10 പേർക്ക് ഇങ്ങനെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യാൻ ഒരാൾക്ക് 1,20,000 രൂപ വെച്ച് തന്നേക്കാം എന്ന് വാക്ക് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടന്നു. അദ്ദേഹത്തിന് സാമ്പത്തികമായ ബാധ്യതകളുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയതായി കമ്മിറ്റ് ചെയ്ത 2-3 സിനിമകളിൽ നിന്ന് കിട്ടിയ റെമ്യൂണറേഷനിൽ നിന്നാണ് ആ വാക്ക് പാലിച്ചത്. കൃത്യം 4 മാസങ്ങൾ ആ വാക്ക് പാലിക്കാൻ എടുത്തത്. നമ്മുടെ നാട്ടിൽ എത്രയോ ലിബറൽ സംഘടനകളെന്ന് അവകാശപ്പെടുന്നവർ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് നൽകാനും അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അവിടെയും കാണാറുണ്ട്. എന്തിന് കമ്മ്യൂണിസ്റ്റ് ലേബലിലുള്ള ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ പോലും ഏറ്റവും അധികം രാഷ്ട്രീയപരമായിട്ട് ട്രോൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ സുരേഷ് ഏട്ടൻ. പക്ഷേ അദ്ദേഹം ആ സമൂഹത്തിലുള്ളവർക്ക് കൊടുത്തൊരു വാക്ക് പാലിക്കാൻ എടുത്തത് വെറും 4 മാസമാണ്. ഇനി സർക്കാരിൻ്റെ ബാധ്യതയും കടവും സങ്കടവും ഒക്കെ തീർന്ന് പട്ടിണിയും പരിവട്ടമൊക്കെ തീർന്നാൽ, സർക്കാർ കരകയറിയാൽ ഈ ചിലവാക്കിയ തുക സർക്കാരിൽ നിന്ന് ഇവർക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു നിയമമുണ്ട്. അങ്ങനെ തിരിച്ച് കിട്ടുവാണെങ്കിൽ ഈ 12 ലക്ഷം രൂപ കൊണ്ട് ഇനിയൊരു 10 പേരുടെ ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കണം. എനിക്കത് തിരിച്ചു വേണ്ട എന്നാണ് ഇന്നലെ അദ്ദേഹം അവരിൽ നിന്ന് വാങ്ങിയ പ്രോമിസ്. അപ്പം ഈ ലിബറൽ സംഘടനകളിൽ പെട്ട ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആൾക്കാർ പോലും ഇദ്ദേഹത്തെ ഏറ്റവും അധികം ട്രോൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കേൾക്കാറുണ്ട് രാഷ്ട്രീയപരമായിട്ട്. പക്ഷെ അദ്ദേഹം കൊടുത്തൊരു വാക്ക് പൂർത്തീകരിക്കാൻ അദ്ദേഹം എടുത്തത് വെറും 4 മാസമാണ്. അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട്, മകൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം വന്ന പൈസയിൽ നിന്ന് അദ്ദേഹം ചെയ്തത് ഈ പറഞ്ഞ പോലെ കൊടുത്ത വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു മനുഷ്യനോ ഒരു ജില്ലയ്ക്കോ ഒരു സംസ്ഥാനത്തിനോ ഒരു സമൂഹത്തിനോ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാതെ പിന്മാറിയ ചരിത്രം ഇന്ന് വരെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലില്ല. നമ്മുടെ വർമ്മ സാറിൻ്റെ ഡയലോഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ചോദിക്കാനുള്ളത് അക്കരെ നിന്നോ ഇക്കരെ നിന്നോ മുട്ടിലെഴിഞ്ഞൊക്കെ ആരെങ്കിലും ഉരച്ചു നോക്കാൻ വരുന്നുണ്ടോ ഇതൊക്കെ എന്നാണ്. അവനവൻ്റെ കയ്യിൽ നിന്ന് 10 പൈസയ്ക്ക് ഒരാൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും വിമർശിക്കാനും കളിയാക്കാനും പരിഹസിക്കാനും ചൊരണ്ടിയും ഉരച്ചു നോക്കാനും മലയാളിക്കുള്ള കഴിവ് എടുത്ത് പറയേണ്ടതാണ്. ഈ പറഞ്ഞ ഒരാൾക്കും തൃശ്ശൂർ വോട്ടുണ്ടായിട്ടോ ഈ പ്രോമിസ് ചെയ്യുന്ന സമയത്ത് ഇലക്ഷന് പുള്ളിയെ പ്രഖ്യാപിച്ചിട്ടോ ഉണ്ടായിട്ടില്ല. ചാരിറ്റി ചെയ്യുന്നത് പ്രത്യേക ലക്ഷ്യങ്ങളോടെ ആണ് എന്നാണല്ലോ ഇപ്പോൾ ഗോവിന്ദ മാഷ് അടക്കമുള്ളവരുടെ കണ്ടുപിടുത്തം. സുരേഷ് ഏട്ടൻ അങ്ങനെയാണ്.